Down come the rain. Canyons carved like battle scars. A river runs with no regard. Growing restless in the wind, searching for a brighter day, leaving yesterday behind. Oh, looking forward into the പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. കുടുംബപ്രതിഷ്ഠ. ഈശോയുടെ ദൈവമേ, കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സഹനങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നടന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിലങ്ങേ കണ്ടാന്തിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. പ്രേതനമുള്ള ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന്റെ ഹൃദയമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ മാർഗ്ഗരീത്ത മറിയമേ. കാനായിലെ കല്യാണ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. My whole world changed suddenly when I saw something heavenly. He turned my darkness into day, oh, and I could finally see the way.
I found you, a world brand new. Sky is blue when I'm with you. Finally I feel alive. Finally I feel alive. Heart on fire in my chest, feel the wild rush. I can see a world. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗളകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജിനെയും നീബയെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിനെ ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പര വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദപരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ, ആമേൻ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടി ഉറച്ചു നിൽക്കാൻ ആവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന അനുജിനെയും നീബയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. സംശയങ്ങളും തെറ്റിദ്ധാരണകളും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ മാതൃകാപരവും സുഹൃത സമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിലും വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും പ്രതിഷ്ഠ ഈശോയും ഞങ്ങളോരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ അടുക്കളെല്ലാം അങ്ങനെ നേടിപ്പിക്കണമേ. സന്തോഷങ്ങളും സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ആർക്കെങ്കിലും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കാനായിൽ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളുടെ സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവെ, വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജിനെയും നീബയെയും അനുഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതവും എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരമായി പെരുമാറട്ടെ. അവർ എന്നും ഞങ്ങളുടെ സ്നേഹമാധുര്യം നുകർന്ന് അനുഭവിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെ നാഥ എന്നേ അനുജിന് മധുരം കൊടുക്കട്ടെ. അനുജിന് മധുരം കൊടുക്കട്ടെ. I found you, a world brand new. Sky is blue when I'm with you. I found you, a world brand new. Sky is blue
കാഴ്ചയേകിടാം ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാൻ കാഴ്ചയേകിടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അനുഗ്രഹസമ്പന്നനായ ദൈവമേ, വിവാഹം എന്ന കുദാശ വഴി പരസ്പരം ബന്ധിതരാക്കുവാനുള്ള ആഗ്രഹവും സന്നദ്ധതയും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന അനുജനെയും കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ മുഖത്തിന് വേണ്ടി അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി അവർക്ക് പ്രദാനം ചെയ്യണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും ആ ജീവിതത്തിന് വേണ്ടി സ്വയം വിശദീകരിക്കുവാനും ഇവരെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രവർത്തിക്കാം. അനുജ്, നീബ, നിങ്ങൾ വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നത് സുമനസാലയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ വിവരം പരസ്യമായി അറിയിക്കുവാനുള്ള ഒരു അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നിങ്ങളുടെ മനോഗതം നിങ്ങൾ പ്രകടമാക്കുമേ. അനുജ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് നീബയെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. നീമ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് അനുജിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. സാക്ഷികൾ, നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക വരം നൽകപ്പെട്ടിരിക്കുന്നവർക്കല്ലാതെ വിവാഹ ജീവിതം വിജയപ്രദമായി നയിക്കുവാൻ സാധ്യമല്ലെന്ന് വിളിച്ചത് കർത്താവേ, അങ്ങയുടെ സ്വർഗീയ ചൈതന്യം പ്രതീക്ഷ നിൽക്കുന്ന ഈ യുവതി യുവാക്കന്മാരെ തൃക്കൺ പാർക്കണമേ. ജീവിതത്തിന്റെ എല്ലാ ദിവസവും തുണയും സങ്കേതവും നൽകി അവരെ നയിക്കുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ
സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നമ്മുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പാവനമാക്കി പാർക്കുന്നതിനോ യോഗ്യതയുണ്ടോ എന്നേ സത്യം തന്നെ പറയുന്നവരും വഞ്ചനാവിൽ തീരാത്തവരും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതരെതിരാൽ ചെയ്യാത്തവരും അയൽവാസികളെ ദ്രോഹിപ്പതിനാൽ കൈക്കൂലീനം വാങ്ങാത്തവനും ദിവ്യാത്മജൻ പരിപാവനനാഥ്യം അതുപോലും സ്തുതിയുയരട്ടെ. ആമേൻ, ആമേൻ.
കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധികനാഥനായ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നിതമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമോന്നതമാ പുത്താൻ നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുടെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനന്ത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരകലും ബലവാൻ അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അഞ്ചാം അധ്യായം 22 മുതൽ 25 വരെ തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്നെ പോലെ ഭർത്താക്കന്മാർക്കും വിധിയിലായിരിക്കുകയും, എന്തെന്നാൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ശിരസായിരുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിലെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധിയെ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്കും വിധിയിലായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവരെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. നാഥാ, നിൻ തിരുവചനം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു ഞങ്ങൾ. നാഥാ, നിൻ തിരുവചനം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു ഞങ്ങൾ. സ്നേഹവചനം, കാരുണ്യവചനം, പാപികൾക്കെന്നും ആശ്രിതവചനം. സ്നേഹവചനം, കാരുണ്യവചനം, പാപികൾക്കെന്നും ആശ്രിതവചനം.
നാദാവിൻ തിരുവചനം കേൾക്കാനെന്നും കാതോർത്തിരിക്കുന്നു ഞങ്ങൾ. സമാധാനം കൂടെ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ അധ്യായം 2 തിരുവചനങ്ങൾ 1 മുതൽ 10 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന് ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനി മാറ്റില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം കൊണ്ട് നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുകയും എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരികർ അറിഞ്ഞിരുന്നു. മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ സ്തുതി. വിവാഹം എന്ന കുദാശയിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും മുമ്പാകെ തങ്ങളുടെ ആഗ്രഹവും സമ്മതവും പ്രകടിപ്പിക്കുവാൻ ദൈവം നൽകിയ ഒരു വലിയ സുദിനമാണ് ഇന്ന്. ഇത് വലിയ സന്തോഷത്തിൻ്റെയും ഒരു വലിയ സ്നേഹത്തിൻ്റെയും നിമിഷങ്ങളാണ്. ദൈവം ചേർത്ത് വെക്കുവാൻ പോകുന്ന ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസത്തിൽ പ്രത്യേകമായി ഇവയ്ക്കും അനുജനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ആരംഭിക്കുവാൻ പോകുന്ന ഈ പുതിയ കുടുംബ ജീവിതം ഏറ്റവും മനോഹരവും ദൈവഹിത പ്രകാരം ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്നതിനും ഇനിയും തുടർന്നും നമ്മുടെ പ്രാർത്ഥനകളിൽ ഇവർ നമുക്ക് ഓർക്കാം. സഭയുടെ ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അടിസ്ഥാനം എന്നത് കുടുംബമാണ്. പാപം മൂലം മാനവകുലം നഷ്ടമാക്കിയ ദൈവത്തിൻ്റെ കൃപ, രക്ഷ, സ്വർഗരാജ്യം വീണ്ടും നേടിത്തരുവാൻ ക്രിസ്തു അവതരിച്ചതും ഒരു കുടുംബത്തിലാണ്. തൻ്റെ ദൗത്യത്തിൻ്റെ ആരംഭമായി യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം, അടയാളം, അതും ഒരു കുടുംബത്തിലാണ്, ഒരു വിവാഹ വിരുന്നിലാണ്. സുവിശേഷത്തിലും നാം അത് തന്നെയാണ് വായിച്ചു കേട്ടത്. കാനായിലെ കല്യാണ വിരുന്നിലൂടെ തൻ്റെ അത്ഭുതങ്ങളുടെ അല്ലെങ്കിൽ തൻ്റെ മിഷന്റെ ആരംഭം, രക്ഷയുടെ ആരംഭം കുറിക്കുന്ന കർത്താവ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലും ദൈവം ഈ ലോകം ആരംഭിച്ചതും ഒരു കുടുംബത്തിലാണ്. ആദ്യ മനുഷ്യനെയും ആദ്യ സ്ത്രീയെയും പുരുഷനുമായി സൃഷ്ടിച്ചുകൊണ്ട് ഒരു പുതിയ കുടുംബത്തിലൂടെ ഈ ലോകത്തെ ദൈവം വിഭാവനം ചെയ്തു. സൃഷ്ടികർമ്മത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കറിയാം, ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത് പുരുഷനിൽ നിന്നാണ്. ഉറങ്ങിക്കിടന്ന ആദാമിൻ്റെ വാരിയിൽ എടുത്തുകൊണ്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പുരുഷനിൽ അവിടെ ഒന്ന് നഷ്ടമാകുകയാണ്. പുരുഷന്റെ ഒരു വാരിയിൽ നഷ്ടമാവുകയാണ്. ഒരു കുറവോടുകൂടിയാണ് പുരുഷൻ ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീയും ഒരു കുറവോടുകൂടിയാണ് ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നത്. എങ്ങനെയാണ് ഈ കുറവ് നികത്തിക്കൊണ്ട് ഒരു പൂർണ്ണമായ മനുഷ്യനായി മാറുന്നത്? അവർ ഒന്നു ചേരുമ്പോഴാണ്. തൻ്റെ നഷ്ടപ്പെട്ട വാരിയല്, തൻ്റെ നഷ്ടപ്പെട്ട കുറവ് തന്നോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ കുറവുകളെല്ലാം നികത്തപ്പെട്ടുകൊണ്ട് ഒരു പുതിയ പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ ഒരുവൻ രൂപപ്പെടുന്നത്. അത് സാധ്യമാകുന്നത്
വിവാഹം എന്ന കുദാശയിലൂടെ ഒരു പുതിയ കുടുംബമായി പുരുഷനും സ്ത്രീയും ഒന്നായി മാറുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്, ഇനി മുതൽ അവർ ഒന്നല്ല, അവർ രണ്ടല്ല, ഏക ശരീരമായിരിക്കും. അവർ ഏക ശരീരമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ കുറവ് നികത്തപ്പെടുവാനായിട്ട് ദൈവം തരുന്ന ജീവിത പങ്കാളിയാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് അനുജ്, നിന്റെ കുറവുകൾ പരിഹരിക്കുവാൻ ദൈവം നൽകിയവളാണ് നീബ. അതുപോലെ നീബ, നിന്റെ കുറവുകൾ പരിഹരിക്കുവാൻ ദൈവം നൽകിയവനാണ് അനുജ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ, നമുക്കറിയാം, മനുഷ്യരെല്ലാവരും കുറവുകളുള്ളവരാണ്. ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഏതൊരു മനുഷ്യനും കുറവോടുകൂടിയാണ്. ആരും പൂർണ്ണരല്ല. നമ്മുടെ വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയുടെ നന്മകളായിരിക്കും നമ്മൾ കൂടുതൽ അറിയുക അല്ലെങ്കിൽ കേൾക്കുക. അതുകൊണ്ടാണ് നമ്മൾ കൂടെ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നതും സമ്മതം പ്രഖ്യാപിക്കുന്നതല്ല. എന്നാൽ കുടുംബജീവിതം ആരംഭിച്ച് കഴിയുമ്പോഴാണ് കുറവുകൾ കൂടുതലായിട്ട് നമ്മൾ കാണുവാനും മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങുക. ആ കുറവുകൾ കാണുമ്പോൾ ഇത് നിന്റെ കുറവാണ്, നിന്റെ പ്രശ്നമാണ് എന്ന് മാറ്റിവെക്കാതെ ആ കുറവുകൾ പരിഹരിക്കേണ്ടത് ഞാനാണ് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കും. എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ് പരിഹരിക്കുവാനായിട്ടാണ് ദൈവം എന്നെ അവളോട് ചേർത്ത് വെച്ചിട്ടുള്ളത് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോഴാണ് കുടുംബജീവിതത്തിലൂടെ അവർ ഏക ശരീരമായി, ഏക മനുഷ്യനായി ഒരു പുതിയ ജീവിതത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ചുറ്റുമുള്ളവരുടെ കുറവുകൾ, നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവുകൾ എൻ്റെയും കുറവുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുറവുകളെ ഞാനാണ് പൂർണ്ണതയിൽ മാറ്റി നികത്തിക്കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടു കൂടി അവനപരമായ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഭാര്യ ഭർത്ത ബന്ധത്തെ പറ്റി മനോഹരമായി വിവരിക്കുന്നുണ്ട്. ഭാര്യ ഭർത്ത ബന്ധം എന്നത് ക്രിസ്തുവും സഭയും പോലെയാണ് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. എങ്ങനെയാണോ ക്രിസ്തു സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണോ സഭ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് സഭ ക്രിസ്തുവിന് വിധേയപ്പെട്ടിരിക്കുന്നത്, അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നും ഭാര്യ ഭർത്താവിനെ വിധേയപ്പെട്ട് ജീവിക്കണം എന്നും പറയുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ക്രിസ്തു ശിരസാണ് സഭയുടെ, സഭ ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്. അനുജ്, നിന്റെ കുടുംബജീവിതത്തിൻ്റെ ശിരസാണ് നീബ, നിന്റെ കുടുംബജീവിതത്തിൻ്റെ ഹൃദയമാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒന്ന് നിന്ന് പോയാലും ജീവിതത്തിൻ്റെ അവസാനമാണ്. ഒരു ശരീരത്തിൽ ശിരസ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അതുപോലെ കുടുംബജീവിതത്തിൽ അനുജന്റെ അല്ലെങ്കിൽ ശിരസായി നിന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബത്തെ നയിക്കേണ്ടവനാണ്. ഒരു ഹൃദയം ഒരു ശരീരത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അതുപോലെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ആ കുടുംബജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന, മുന്നോട്ട് നയിക്കുന്ന സ്നേഹത്തിന്റെ ശക്തി പകർന്നുകൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവളാണ്. അതുകൊണ്ട് ഹൃദയവുമായി ശിരസ്സുമായി ഒരുപോലെ ആ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കും. വിവാഹം എന്ന കുടുംബജീവിതം നിങ്ങൾ രണ്ടുപേരും മാത്രം ഒന്നു ചേരുന്നല്ല, അവിടെ ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യമാണ്. കാരണം ക്രിസ്തുവാണ് നിങ്ങളെ ഒന്ന് ചേർക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നിങ്ങൾ ഒന്നായി ചേരുന്നത്. വിവാഹം എന്നത് ഒരു സാധാരണ ഒരു കർമ്മം മാത്രമല്ല, ഒരു ആചാരം മാത്രമല്ല, ഇതൊരു കൂദാശയാണ്. ക്രിസ്തു സ്ഥാപിച്ച ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടുന്ന വലിയ ഒരു കൂദാശ. ഇവിടെ ക്രിസ്തുവാണ് കേന്ദ്രബിന്ദു. ക്രിസ്തുവിനെ മാറ്റിവെച്ചുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. ക്രിസ്തീയ കുടുംബജീവിതത്തിൽ അത് കൃപകൾ ചൊരിയപ്പെടേണ്ട ഒരു പുതിയൊരു ജീവിതം കൂടിയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ കേന്ദ്രമാക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ ഈ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ കുടുംബജീവിതത്തിൽ ആരംഭിക്കാൻ പോകുമ്പോൾ കടന്നു വന്ന ആ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് ക്രിസ്തു കടന്നു വന്നു. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം
ക്രിസ്തു ആ കുടുംബത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, ആ കുടുംബത്തിൽ ഒരു പക്ഷേ വീഞ്ഞു തീർന്നു പോയ വിവരം ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ കുടുംബാംഗങ്ങൾ അറിയുന്നതിന് മുമ്പേ പരിശുദ്ധ അമ്മ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അമ്മയുടെ സാന്നിധ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നതിന് മുന്നേ അമ്മ അറിയും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അമ്മ അതിന് ഉത്തരവുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞു വയ്ക്കുന്ന ഒരൊറ്റ കാര്യമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യും. പരിശുദ്ധ അമ്മ പരിശാരോട് പറഞ്ഞ വാക്കുകൾ യേശു പറയുന്നത് പോലെ ചെയ്യും. നമ്മുടെ കുടുംബ ജീവിതം ആരംഭിക്കുമ്പോൾ ക്രിസ്തു കേന്ദ്രബിന്ദുവായി ഒരിക്കലും കുടുംബ പ്രാർത്ഥനകൾ പലപ്പോഴും നമുക്കറിയാം നമ്മൾ ഏറ്റവും ആദ്യം അവഗണിക്കുക. എന്തെങ്കിലും പരിപാടികളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം മാറ്റിവെക്കുക നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ്. ക്ഷീണമാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഒഴിവാക്കും. പക്ഷേ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ശക്തി നൽകുന്നത് ഈ വിശുദ്ധ കുർബാനയും ഈ കുടുംബ പ്രാർത്ഥനയും ഈ ദൈവ സ്നേഹവുമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ കേന്ദ്രമാക്കി പരിശുദ്ധ അമ്മയോട് ചേർന്നത് കൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രത്യേകമായി ഇന്ന് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുദിനത്തിൽ ഇവർ ഇവിടെ ദൈവത്തിനും ദൈവജനത്തിനും മുമ്പാകെ തങ്ങളുടെ സമ്മതവും ആഗ്രഹവും പ്രകടിക്കുമ്പോൾ ഇനിയുള്ള ഇവരുടെ ജീവിതം, ഈ ഒരു പുതിയ കുടുംബജീവിതം മനോഹരമായി ദൈവഹിതപ്രകാരമായി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണമേ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൊടുക്കുന്നത് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇതിന്റെ പ്രിയപുത്രനാകരുത് എന്റെ പിതാവിനെ സാക്ഷ്യം സേവിച്ചേ കർത്താവും ദൈവമായി ഇതിനെ ഏറ്റുപറയാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല രീതിയും പൂർത്തിയാക്കാൻ യോഹന്നാനിൽ മാമോദീസ സ്വീകരിച്ച വിഷയെ ഇതിന്റെ കൽപ്പനകൾ വിശ്വസതപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവികത്തിന് പൂർണ്ണമായി കീഴ്വാഴാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഉൾപ്പെടുത്തപ്പെട്ട പരിശുദ്ധത്തിലെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നിങ്ങളുടെ വിശ്വാസത്തിൽ വളരാൻ സത്പ്രവർത്തകർ എന്നെ മഹത്വപ്പെടുത്താനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസ സഭകളുടെ തലവനായ ഞങ്ങളുടെ പരിശീലിപ്പിതാവും മാർലയോ പതിനാലാം ബാബായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ വേദാർത്ഥ ബിഷപ്പ് മാറാഫിൽ മെത്രാപ്പൊലീത്ത, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാറാഫിൽസ് മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ പിതാവും ജ്യോതിഷനുമായ മാർക്കോളി മെത്രാനും മറ്റുള്ള മെത്രാന്മാരെയും ആത്മനന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ വിഷയെ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ശാന്തിയും സമാധാനം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാവും. ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. ദിവ്യമാ അൾത്താരയിൽ കൈകൾ നിറയെ പൂക്കളും മിഴിയിൽ നിറയെ സ്നേഹവും പാപപങ്കിലമാത്മാ കാഴ്ചയേകുന്നു. കരുണതൻ
സ്നേഹമേ സ്വീകരിക്കണമേ ഈ അൾത്താരയിൽ കൈകൾ നിറയെ പൂക്കളും മിഴി നിറയെ സ്നേഹവും കാഴ്ചയേകുന്നു കരുണതൻ സ്നേഹമേ സ്വീകരിക്കണമേ. ആദിയിലെ പോലെ നന്ദിക്കും ആമേനാമേ. സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. പാടിയിടട്ടെ ആമേനാമേ. മത്തുമായും ദൃഢസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മൈതോത്താനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോരാ നിത്യം വാഴ്ത്തിടാം. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ.
കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ആരാധനേതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈശ്വരത്തിന്റെ പ്രത്യാശയായ മിശിഹായി ചിത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ദിവ്യാത്മാവിൻ താരങ്ങൾ സ്നേഹപിതാവ് സകലേശൻ വിരവോട് നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാനീരാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. പങ്കാളികളാ അഖിലർക്കും ദൈവം കനിവാകളുടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവി പാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയുടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ
എല്ലാരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാ വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുടുംബവും ഈ കാലഘട്ട രൂപതയുടെ ധ്യാന കേന്ദ്രമായ വിരലുകളോട് വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ്. ഞാൻ ഈ സമയം ആ കുടുംബം ധ്യാന കേന്ദ്രത്തിൽ കാണിക്കുന്ന വലിയ സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ധ്യാന കേന്ദ്രത്തിൻ്റെ പേരിൽ പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. Love is like a story that I never knew.
Feeling my way through the darkness, guided by a beating heart. I can't tell where this journey will end, but I know where to start. They tell me I'm too young to understand. They say I'm caught up in a dream. Well, life will pass me by if Anuj has secured BE in Mechanical Engineering at AVIT College, Chennai, and Diploma in Mechanical Engineering at St. Mary's Polytechnic College, Palakkad. He is working as എല്ലാവർക്കും ഈ കപ്പലിനെ അറിയായിരിക്കും, എന്നാൽ ഞാൻ ഫോമിലെ അവരെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Our bride Niva has secured M.Com in Finance from St. Joseph's College in Yarkula. She has formerly worked as a service associate at Accenture, Bangalore, and Anuj has secured BE in Mechanical Engineering at AVIT College, Chennai, and Diploma in Mechanical Engineering at St. Mary's Polytechnic College, Palakkad. He is working as a senior engineer at Mothers and Company, Chennai. ഈ ഒരു ദിവസം ഇവരെപ്പോലെ തന്നെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് തീർച്ചയായിട്ടും ഇവരുടെ പാരൻസ് ആയിരിക്കും. സോ ഒത്തിരി സന്തോഷത്തോടെ നീവയുടെ ഫാമിലിയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. നീവയുടെ പാരൻസ് മിസ്റ്റർ സാബു വർഗീസ്, he is working as a mechanical engineer at Hyderabad Company, Qatar. Amma, Mrs. Lisa Sabu, she's a homemaker. Sister Nikki is currently pursuing B.Com from St. James College of Pharmaceutical, Chalakudy, and brother Joseph Sabu, he is pursuing BSc in Nursing at ACS Medical College and Hospital, Chennai. ഇവരെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now, it's my profound honor to invite the parents of Anuj, his father, Mr. George C.B., who is working as an accountant at Lakshmi Agency Groceries, Thrissur, mother, Mrs. Reena Joy, who is working as a manager at Kayankulatra Police Chennai. Let us give them a heartfelt round of applause as they come to join the sacred ceremony on the stage. ആദ്യം നീവെ അനുജും തിരിച്ചറിയിക്കാം. അതിനുശേഷം ഇരുവരുടെയും ഫാമിലീസ്
songs of you and me.
ഷൂസും അതുപോലെ ചപ്പലും ഊര. നീബയുടെ ഒരു ചപ്പല് അനൂജിന് കൊടുക്കുക. അനൂജ് അതുപോലെ തന്നെ ഷൂ ഒരെണ്ണം നീബയ്ക്ക് കൊടുക്കുക. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീബയാണ് ഉത്തരമെങ്കിൽ അനൂജ് ചപ്പല് പൊക്കി പിടിക്കുക. അറ്റ് ദ സെയിം ടൈം അനൂജാണ് ആൻസർ എങ്കിൽ നീബ ഷൂ ഒന്ന് റേസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നും പരസ്പരം സംസാരിക്കരുത്, ആൻസേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്യരുത്. ഓക്കെ, റാഗായിട്ട് വളരെ സ്പീഡോടുകൂടെ ഷൂസ് റേസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹു സെഡ് ഐ ലവ് യു ഫസ്റ്റ്? ആരാണ് ഏറ്റവും ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത്? ഓഡിയൻസ് പോയിന്റ്സ് എണ്ണണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഹു ഈസ് മോർ ലൈക്ലി ടു സ്റ്റാർട്ട് ആൻ ആർഗ്യുമെന്റ്? ആരാണ് ഏറ്റവും ആദ്യം ഒരു വഴക്ക് തുടങ്ങാനായിട്ടുള്ള സാധ്യത ഉള്ളത്? യെസ്. ഹു ഈസ് ദ സ്റ്റബേൺ വൺ? ആർക്കാണ് ഏറ്റവും കൂടുതൽ വാശിയുള്ളത്? വെരി ഗുഡ്. ഹു ഈസ് മോർ റൊമാൻറ്റിക്? ഓക്കെ, ഇവർ പരസ്പരം കുറച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. Who is more likely to initiate a fight? ആരാണ് ഏറ്റവും അധികം ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത്? എല്ലാ പോയിന്റ്സ് എല്ലാം നീളമായിരിക്കുകയാണ്. Who is more likely to fall asleep during the late night call? ഒരുപാട് ലേറ്റ് നൈറ്റ് കോളിലൊക്കെ ആരാണ് പെട്ടെന്ന് ഉറങ്ങാൻ സാധ്യതയുള്ളത്? Who is more talkative in the relationship? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആള്. ഓക്കെ, രണ്ടുപേരും പരസ്പരം പറയാണ് അവരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. Who is more foodie? ഏറ്റവും കൂടുതൽ ഫുഡ് ഇഷ്ടമുള്ള ഒരാള്. ഓക്കെ. Who is the better cook? നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന ആളാണ്. ഓക്കെ. Who is the funny one? ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളത് അനൂജിനാണോ നീബയ്ക്കാണോ? ഓക്കെ. Who is more stylish one? അതായത് കുറച്ചും കൂടെ ഡ്രസ് സെൻസും കുറച്ചും കൂടെ ഒരു സ്റ്റൈൽ ഫ്രീക്ക് ആയിട്ടുള്ള ആള് ആരാണ് നിങ്ങളിൽ? ഓക്കെ, നീബ പറയുന്ന അനൂജാണെന്ന്, അനൂജ് പറയുന്നത് നീബയാണെന്ന്. ഓക്കെ, റിലേഷൻഷിപ്പില് കുറച്ചും കൂടെ കുട്ടിത്തുള്ള ഒരു ചൈൽഡിഷ് ക്യാരക്ടർ ഉള്ളത് ആർക്കാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഏറ്റവും കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത്? ആഫ്റ്റർ യുവർ മാരേജ് ഹു വിൽ കുക്ക് ഫുഡ് ഫസ്റ്റ്? ഏറ്റവും ആദ്യം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാൾ നിങ്ങളുടെ മാരേജിനൊക്കെ ശേഷം. ഓക്കെ, അനൂജായിരിക്കും, നീബ വിട്ടുകൊടുത്തിരിക്കുന്നു. Who is the first one to apologize after a fight? ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതിനുശേഷം ആരാണ് ഏറ്റവും ആദ്യം മാപ്പ് പറയുന്നത്? ഓക്കെ. Who is the better secret keeper? സീക്രറ്റ്സ് ഒക്കെ സ്വകാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ, രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ള ആള് ആരാണ്? സത്യസന്ധമായ പരിപാടി. Who is more organized? കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ സ്ട്രക്ചറൈസ് ചെയ്ത് വെക്കുന്ന ആരാണ്? ഓക്കെ. Who eats the most junk food? പുറത്തൊക്കെ പിന്നെ കുറച്ച് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത്. ഓക്കെ, നീബയാണ്. അത് നമ്മളോട് നേരത്തെ പറഞ്ഞത് കുറച്ചും കൂടെ ഫുഡിയും നീബ തന്നെയായിരുന്നു. Who gossips the most? പരദൂഷണം പറയുന്ന ആരാണ് കൂടുതൽ? അങ്ങനെയില്ല, അങ്ങനെയല്ല, എന്തായാലും ഉണ്ടാവുമല്ലോ. ആരെങ്കിലും ഒരാളെ പറയാം. നിങ്ങൾ രണ്ടുപേരെ വെച്ച് ആരാണ് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് ഇറക്കുന്ന ആള്? സിറ്റുവേഷൻ ഉണ്ടായിട്ടല്ലോ. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് ഒരു കൊല്ലത്തിന് ശേഷം ചോദിച്ചു നോക്കാം. മേ ബി തീർച്ചയായിട്ടും ഇതൊക്കെ ചേഞ്ച് ആയി പോകുമായിരിക്കും. അപ്പൊ ഒരു പറയുന്നത് അതിനെ പരദൂഷണം പറയുന്നില്ല എന്നാണ്. ഓക്കെ, ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഹു ഈസ് മോസ്റ്റ് ലൈക്ലി ടു സോൾവ് എ പ്രോബ്ലം ഇൻ യുവർ ലൈഫ്? നാളെ ലൈഫിൽ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ആരാണ് ഏറ്റവും ആദ്യം അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആള്? ആരായിരിക്കും? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പോയിന്റ്സ് നോക്കിയിരുന്നോ? ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത്? നീബയാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
Together we have everything that we'll ever need. So take my hand, all the places we'll go. Let's run our way to the great unknown, to the great unknown. Oh, let's see what this love can be. Together we are wild and free. Oh, let's find all we can in this life. My greatest adventure is here by my side. So take my hand, all the places we'll go. Let's run our way to the great unknown, to the great So take my hand, all the places we'll go. Let's run our way to the great unknown. ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ആരെങ്കിലും ഇടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മെച്ചമായ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവ്വനന്മയും ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് നൽകണമേ. ജീവിതകാലം മുഴുവൻ ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന്റെ ഹൃദയമേ, വിശുദ്ധ മാർഗരീത മറിയമേ, വിശുദ്ധ പിതാവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.